നോട്ട് ദുരിതം, സഹകരണ പ്രതിസന്ധി എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ താക്കീതുമായി കേരളം മനുഷ്യ ചങ്ങല തീർത്തു. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ശൈലജ തുടങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും മറ്റ് സഹോദര സംഘടനകളുടെയും നേതാക്കന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, രാജ്യത്ത് നോട്ട് അസാധുവാക്കിയതിന്റെ പേരിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെമ്പാടും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് നേതൃത്വത്തിൽ RBIയുടെ മുന്നിലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധികളുടെ മുമ്പിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും കാര്യമായ ഒരു പ്രയോജനമില്ലാത്തതുകൊണ്ട് ഈ സമരത്തിന് രൂപം മാറ്റിക്കൊണ്ട് ശരിക്കും ജനകീയമായി സമാധാനപരമായി ഇത്തരത്തിൽ ഒരു മനുഷ്യ ചങ്ങല നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. അന്ന് AKG സെന്ററിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനുഷ്യ ചങ്ങലയാണ് തീരുമാനിച്ചെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് നോട്ട് ദുരിതം, സഹകരണ പ്രതിസന്ധി എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ താക്കീതുമായി കേരളം മനുഷ്യ ചങ്ങല തീർത്തു. വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 700 കിലോമീറ്റർ ഓളം നീണ്ട മനുഷ്യ ചങ്ങലയ്ക്ക് ഉണ്ടായത്. മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായത് ജനലക്ഷങ്ങളാണ്. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മുതൽ കാസർഗോഡ് ടൗൺ വരെ 700 കിലോമീറ്റർ ദൂരത്തിലാണ് ജനങ്ങൾ അണിനിരന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യ ചങ്ങലയിൽ ആദ്യ കണ്ണിയായി, കാസർഗോഡ് E ചന്ദ്രശേഖരൻ അവസാന കണ്ണിയായി. മനുഷ്യ ചങ്ങലയിൽ അലയടിച്ചത് കേന്ദ്ര സർക്കാരിനോടുള്ള അടങ്ങാത്ത അമർഷമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. തെറ്റുപറ്റി എന്ന് ബോധ്യം വന്നുവെങ്കിലും അത് തിരുത്താനുള്ള സാമാന്യ യുക്തിയോ ബോധമോ ഉണ്ടായില്ല. അത്തരത്തിലും വലിയ പിഴവാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദൻ നിരോധിച്ച നോട്ടിന്റെ ഗതിയാകും നരേന്ദ്രമോദിക്കും BJPക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. VS അച്യുതാനന്ദൻ. ഞങ്ങളുടെ പ്രതിനിധി S ജീവൻകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജീവൻ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ, സമര ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ നൂതനവും പുതിയവുമായ ഒരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് LDFന്റെ മനുഷ്യ ചങ്ങല അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നത്. വൈകിട്ട് 5:30 ആരംഭിച്ച മനുഷ്യ ചങ്ങലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ നിന്നും കാസർഗോഡ് വരെ കണ്ണികളായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന് മുന്നിലെ ആദ്യ കണ്ണിയായപ്പോൾ കാസർഗോഡ് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അവസാന കണ്ണിയായി അണിനിരന്നു. 10 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ മനുഷ്യ ചങ്ങലയിൽ ഉടനീളം പങ്കെടുത്തത്. വൈകിട്ട് 4:30 ഉണ്ടായ ഡ്രസ് സെഷന് ശേഷം 5 മണിയോടുകൂടി മനുഷ്യ ചങ്ങലയിൽ ആളുകൾ അണിനിരന്നു. ആവാരവൃദ്ധം ജനങ്ങളാണ് അണിനിരുന്നത്. സമൂഹത്തിന്റെ പരിച്ഛേദം എന്നോണം കവികൾ, സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാജാതി മേഖലകളിലുള്ളവർ അണിനിരന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളുടെയും എല്ലാം വലിയ പങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തത്തിന്റെ ഈ നോട്ട് പ്രതിസന്ധിയുടെയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായും ഉണ്ടായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ജനങ്ങളിൽ മേൽ കുതിര കയറാനാണ് BJPയും RSSും ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് പിണറായി വിജയൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. നോട്ട് നിരോധനം കൊണ്ട് ആളുകളെ ദ്രോഹിച്ചതല്ലാതെ ഒരു നേട്ടവും ഉണ്ടായില്ല. സഹകരണ മേഖലയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെതിരെ നടപടി ഉണ്ടായില്ല. തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ MDA പോലുള്ളവരെ വിമർശിക്കാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. ജനങ്ങൾക്കും നാടിനും വേണ്ടി സമചിത്തതയുള്ള തീരുമാനം എടുക്കണമെങ്കിൽ അതിന് ജനാധിപത്യ ബോധം എന്നത് മോദിക്കുണ്ടാവണം. ദൗർഭാഗ്യവശാൽ മോദിക്ക് ആ ബോധം ഇല്ലാതായി പോയി എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ സംസാരിച്ചു. മോഡി കുടുംബം ഉപേക്ഷിച്ചതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടുവെങ്കിലും എന്നാൽ മോഡിയുടെ ഈ തെറ്റായ നിലപാട് മൂലം രാജ്യം അപകടത്തിലായതായി അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു. നിരോധിച്ച നോട്ടിന്റെ ഗതിയാവും BJPക്കും മോദിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാവുകയെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. കേരളത്തെ സഹായിക്കുന്നവരാര് അല്ലാത്തവരാര് എന്ന് ഈ സമരത്തിലൂടെ ബോധ്യപ്പെട്ടതായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നോട്ട് പിൻവലിക്കാൻ
നോട്ട് പിൻവലിക്കൽ തീരുമാനമെടുത്ത മോദിയല്ല എന്നും മറിച്ച് നാഗ്പൂരിലെ RSS നേതൃത്വമാണെന്നും നീല യോഗദാസ് നാടാർ പറഞ്ഞു. അതുകൊണ്ട് ആണ് എതിർക്കുന്നവരെ ഗുണ്ടകളെ പോലെ അവർ ആക്രമിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ജീവൻകുമാറാണ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 700 കിലോമീറ്റർ നീണ്ട മനുഷ്യ മഹാസാഗരം, മനുഷ്യ ചങ്ങലയാണ് പുരോഗമിച്ചത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ആലപ്പുഴ വഴി തൃശൂർ, ചെറുതുരുത്തി, നീലിയോട്, എടപ്പാൾ, കുറ്റിപ്പുറം വഴി കാസർഗോഡ് ടൗൺ വരെ ദേശീയപാതയുടെ ഇടതുവശത്ത് ലക്ഷങ്ങൾ കൈകോർത്ത വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരമാണ് മനുഷ്യ ചങ്ങലയിൽ ഉണ്ടായത്. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി H. ഷാജഹാൻ ചേരുന്നു. ഷാജി, എങ്ങനെയാണ് പൊതുവിലുണ്ടായിരുന്ന ജനപങ്കാളിത്തം? എങ്ങനെയായിരുന്നു സമരം? അതിന് തീരദേശ ജില്ലകളിലൊന്നായ ആലപ്പുഴയിൽ ഏകദേശം 110 കിലോമീറ്റർ നീളത്തിലാണ് മനുഷ്യച്ചങ്ങല രൂപീകരിച്ചത്. ഏതാണ്ട് 4 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് ഇടതുപക്ഷ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ഇതിന്റെ ഇരട്ടിയിലധികം ആളുകൾ പങ്കെടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. CPM-ന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെയും ഒക്കെ തന്നെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു. G. സുധാകരൻ, വൈക്കം വിശ്വൻ തുടങ്ങി അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ജാഥയിൽ കണ്ണികളാകാൻ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇതുകൂടാതെ തീരദേശ കയർ മേഖലയിലെയും അതുപോലെ കാർഷിക മേഖലയിലെയും അടക്കമുള്ള മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും അടക്കമുള്ള 10,000ങ്ങളും കണ്ണികളായി. ഇതുകൂടാതെ ജാതിമത ചിന്താഗതി ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു സമുദായങ്ങളും ഒക്കെ തന്നെ അല്ലെ സമുദായ നേതാക്കളും ഒക്കെ തന്നെ ഇതിൽ കണ്ണിയാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വളരെയധികം ചരിത്ര സംഭവമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം ആലപ്പുഴ പോലുള്ള ഒരു തീരദേശ ജില്ലയിൽ ഇത്രയധികം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചങ്ങല സംഘടിപ്പിക്കുക എന്നുള്ളത് നമുക്ക് പല ഭാഗത്തും കാണാൻ സാധിച്ചത് 2-3 വരികളായിട്ട് ജാഥയിൽ ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നത് കാണാൻ സാധിച്ചു. മാത്രമല്ല കോട്ടയം ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവർക്കും ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഹരിപ്പാടും അതോടൊപ്പം തന്നെ ചേർത്തല പ്രദേശങ്ങളിലും പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും വളരെയധികം ഒരു ചരിത്ര സംഭവമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. കാരണം ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖലയിൽ ജനങ്ങൾ ഒന്നാകെ ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് ഇന്ന് നടന്ന ഈ മനുഷ്യച്ചങ്ങലയിൽ നിന്നും വ്യക്തമാകുന്നത്. ഷാജി, ഈ തീരദേശ മേഖല ഇതിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാണ്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2 ജില്ലകളിൽ കൂടി ഉള്ളവർ ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കൂടി ഉള്ളവർ അവിടെ എത്തിച്ചേർന്നൊരു കാഴ്ച കണ്ടതാണ്. ഈ വളരെ ചുരുങ്ങിയ കാലത്ത് മാത്രം പ്രചരണം നടത്തുകയായിരുന്നു ഒരർത്ഥത്തിൽ ഇതിനുണ്ടായിരുന്നു. പക്ഷേ വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ പൊതുവിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ മാത്രമായി? അതിന് 4 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5 മണിക്ക് ശേഷവും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്നും വാഹനങ്ങളിലും മറ്റും സ്വന്തം വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളിലൊക്കെ തന്നെയായിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ആലപ്പുഴ ജില്ലയിൽ ചങ്ങലയിൽ കണ്ണിയാകുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം പേരും ഈ ചങ്ങലകളിൽ കണ്ണികളായി. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും കുട്ടനാടൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും അതോടൊപ്പം തന്നെ കോട്ടയത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ തന്നെ ഈ ചങ്ങലയിൽ പങ്കാളികളാകുന്നതിന് എത്തിയിരുന്നു. അതോടൊപ്പം കയർ മേഖലയിലെ ആളുകളും ഇപ്പോൾ ഭൂരിഭാഗം മേഖല ഈ താഴെത്തട്ടിലുള്ള പരമ്പരാഗത വ്യവസായ മേഖലകളൊക്കെ തന്നെ മോഡി സർക്കാരിന്റെ നോട്ട് പിൻവലിക്കുന്നതിനെ തുടർന്ന് വളരെയധികം തകർച്ച നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നുള്ള വളരെയധികം ആളുകളും ഇതിൽ കണ്ണികളാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളും അതോടൊപ്പം തന്നെ കടകളിലും മറ്റും പ്രവർത്തിക്കുന്ന നിരവധി തൊഴിലാളികൾ അതേ യൂണിഫോമിലൊക്കെ തന്നെ വന്ന് ഈ ചങ്ങലയോടൊപ്പം ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും 4 ലക്ഷത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്നാണ് ഇടതുപക്ഷ സംഘടന ആഹ്വാനം ചെയ്തിരുന്നതെങ്കിലും ഇതിന്റെ 2 ഇരട്ടിയോളം ആളുകൾ ദേശീയപാതയുടെ ഇരുവശത്തുമായിട്ട് നമുക്ക് ഈ ഇന്നത്തെ മനുഷ്യച്ചങ്ങലയിൽ കാണാൻ സാധിച്ചു. നോട്ട് പ്രതിസന്ധിയിലും നോട്ട് ദുരിതത്തിലും സഹകരണ പ്രതിസന്ധിയിലും കേന്ദ്ര സർക്കാരിനെതിരെ താക്കീതുമായി കേരളം മനുഷ്യ ചങ്ങല തീർത്തു. തിരുവനന്തപുരത്ത് കവി പ്രഭാവർമ്മ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകം ഏറ്റ് ചൊല്ലിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഏറ്റ് ചൊല്ലിക്കൊണ്ടായിരുന്നു ഇതിന് തുടക്കമായത്, മനുഷ്യ ചങ്ങലയ്ക്ക് ആരംഭം കുറിച്ചത്. ജനാധിപത്യാധികാരം
നിരുത്തരവാദപരമായി പ്രയോഗിച്ച് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന നടപടികളെയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഒരൊറ്റ രാത്രി കൊണ്ട് സ്തംഭിപ്പിച്ച് ജനജീവിതം താറുമാറാക്കിയ പ്രഖ്യാപനങ്ങളെയും ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ സമ്പത്ത് അവർക്ക് ഉപയോഗിക്കുവാൻ സർക്കാരിൻ്റെ അനുവാദം വേണമെന്ന് പറയുന്ന അമിതാധികാര ധാർഷ്ട്യത്തെയും ഞങ്ങൾ തിരിച്ചറിയുന്നു. നോട്ട് നിരോധനം കൊണ്ട് കഷ്ടപ്പെടുന്ന തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും കർഷകരും കർഷക തൊഴിലാളികളും ദിവസവേതനക്കാരും ഉൾപ്പെടെയുള്ള മുഴുവൻ ജനതയോടും ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു. അധ്വാനിച്ച് നേടിയ വേതനം പിൻവലിക്കാൻ കഴിയാതെ ട്രഷറിക്ക് മുന്നിൽ ബുദ്ധിമുട്ടിയ സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു. കറൻസി പിൻവലിക്കൽ മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഒരു പരിധിവരെ ദൂരീകരിക്കാൻ കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് കഴിയുമായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ കേരളത്തിലെ ശക്തമായ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിരോധം തീർക്കുന്നു. കോർപ്പറേറ്റുകൾക്കും കള്ളപ്പണക്കാർക്കും സംരക്ഷണം തീർക്കുന്ന നയത്തിൻ്റെ മറുപുറത്ത് ദുർബലരും പണിയെടുക്കുന്നവരും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും അവരുടെ ചെറു സമ്പാദ്യം വിനിയോഗിക്കുന്നതിന് വിലക്കുകൾ തീർക്കുന്ന മോദി സർക്കാർ നിലപാടുകളോടുള്ള എതിർപ്പിന്റെ സമരമുഖത്ത് ഒരേ ചേതനയോടെ നിശ്ചയദാർഢ്യത്തോടെ ഒരുമിച്ച് നാം അണിനിരക്കുന്നു. സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ എന്നും താങ്ങായി നിൽക്കുന്ന ജനകീയ പ്രസ്ഥാനമായ സഹകരണ മേഖലയെ സംരക്ഷിക്കുമെന്നും മഹത്തായ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഭൂമികയുടെ കാവലാളായ ഞങ്ങൾ കേന്ദ്ര സർക്കാർ നാടിന്റെ പൈതൃകത്തിനെതിരെയും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് നേരെയും നടത്തുന്ന കടന്നാക്രമണങ്ങളിൽ പതറില്ലെന്നും ഇത്തരം എല്ലാ അതിക്രമങ്ങളെയും ഒരേ മനസ്സോടെ എതിർത്തു തോൽപ്പിക്കുമെന്നും ഈ ജനകീയ ശൃംഖലയിൽ കണ്ണിചേർന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. നോട്ട് ദുരിതം, സഹകരണ പ്രതിസന്ധി എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് താക്കീതുമായി കേരളം മനുഷ്യ ചങ്ങല തീർത്തു. വലിയ തരത്തിലുള്ള ജനകീയ പ്രതിഷേധമാണ് മനുഷ്യ ചങ്ങലയിലൂടെ കണ്ടത്. വലിയ ജനപങ്കാളിത്തമുണ്ടായി. 10 ലക്ഷത്തോളം ആളുകൾ 700 കിലോമീറ്ററുകളോളം പങ്കെടുത്ത് അണിനിരന്നു മനുഷ്യ ചങ്ങലയിൽ. തിരുവനന്തപുരത്ത് കടം ചെയ്തുകൊണ്ട് മനുഷ്യചങ്ങലയിൽ അലയടിച്ചത് കേന്ദ്ര സർക്കാരിനോടുള്ള അടങ്ങാത്ത അമർഷമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. തെറ്റുപറ്റി എന്ന തിരിച്ചറിവുണ്ടായ നിമിഷത്തിലെങ്കിലും അത് തിരുത്താനുള്ള ആർജവമോ താല്പര്യമോ കേന്ദ്ര സർക്കാർ കാണിച്ചില്ല. ഇത് വലിയ ദുരിതത്തിലേക്കാണ് ജനങ്ങളെ തള്ളിയിട്ടത്. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. നിരോധിച്ച നോട്ടിന്റെ ഗതിയാകും നരേന്ദ്രമോദിക്കും BJPക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കൂടിയായ VS അച്യുതാനന്ദൻ പറഞ്ഞത്. തലതിരിഞ്ഞ തീരുമാനത്തിനെതിരെയുള്ള
ജനകീയ പ്രതിരോധമാണ് മനുഷ്യചങ്ങലയിലൂടെ കണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യചങ്ങലയിൽ അണി ചേർന്നത് മുഖ്യമന്ത്രി മുതൽ നിരവധി പ്രമുഖരാണ്. മറ്റ് മേഖലകളിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകും. LDFിന് മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായത് ലക്ഷങ്ങളാണ്. ഏകദേശം 10 ലക്ഷത്തോളം പേർ മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, എങ്ങനെ പുരോഗമിച്ചു കോഴിക്കോട്? അരുൺ, 3 ലക്ഷത്തിലധികം ആളുകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം മനുഷ്യ ചങ്ങലയിൽ അണിചേർന്നത്. മലപ്പുറം കോഴിക്കോട് അതിർത്തിയായ ഇടിമുഴിക്കൽ, ഒപ്പം തന്നെ മാഹി വടകര അതിർത്തിയായ പൂഴിത്തറ വരെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ മനുഷ്യ ചങ്ങല. 79 കിലോമീറ്റർ ദൂരത്തോളം നിരവധി ആളുകളാണ് അണിചേർന്നത്, മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നത്. ഗ്രാമീണ മേഖല, ഒപ്പം തന്നെ മലയോര മേഖലയിൽ നിന്ന് ആളുകൾ വലിയൊരു പ്രതിരോധം തീർക്കാനായി തന്നെ ദേശീയപാതയോരത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. കോഴിക്കോട് ധനമന്ത്രി തോമസ് ഐസക്, ഒപ്പം തന്നെ മന്ത്രി TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, ഒപ്പം സാംസ്കാരിക പ്രവർത്തകർ PK പാറക്കടവ്, ഖദീജ മുംതാസ്, KP രാമനുണ്ണി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ മനുഷ്യ ചങ്ങലയിൽ പങ്കുചേർന്നു. അതിനുശേഷം നടന്ന പൊതുസമ്മേളനം ധനമന്ത്രി തോമസ് ഐസക്കും ഉദ്ഘാടനം ചെയ്തു. മോഡി സർക്കാരിന്റെ ഭ്രാന്തൻ നടപടിയാണ് ഇത്രയും വലിയൊരു ദുരിതത്തിലേക്ക് ജനതയെ നയിച്ചത് എന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെയാണ് ദേശീയപാതയോരത്ത് ഇന്ന് പ്രതിരോധം തീർത്തുകൊണ്ട് ജനലക്ഷ്യങ്ങൾ കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അരുൺ, മേഘ മാധവൻ വിവരങ്ങൾ നൽകിയത്. മനുഷ്യചങ്ങലയിൽ അലയടിച്ചത് കേന്ദ്ര സർക്കാരിനോടുള്ള അടങ്ങാത്ത അമർഷമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. തെറ്റാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തിരുത്താനുള്ള സാഹചര്യമോ സാമാന്യ ബോധമോ കേന്ദ്ര സർക്കാർ കാണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. VKC Pride. ഒറ്റയടിക്ക് പിൻവലിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പിൻവലിക്കാൻ അധികാരമുള്ളവർ മനസ്സിലാക്കണ്ടേ? അതിവിടെ മനസ്സിലാക്കിയോ? ഏതെങ്കിലും തരത്തിലുള്ള ഭ്രാന്തൻ നടപടി സ്വീകരിക്കാനാണോ ഭരണാധികാരികൾ തയ്യാറാകേണ്ടത്? സമചിത്തതയുള്ള ഏതൊരാളും ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായി ചിന്തിക്കില്ലേ എന്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം? തീരുമാനമെടുക്കുന്നയാൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വിവരമുണ്ടാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ രംഗത്തുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്യണം.